ഹായ് മക്കളെ, അപ്പോൾ നമ്മളിന്ന് വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന EVSലെ 3rd ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വാട്ടർ ആൻഡ് സോയിൽ എന്നാൽ എന്താണ്? ജലവും മണ്ണും. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദിയർ ഗെയിം ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസ്ലിംഗ്, ദ സ്കൈ ഡാർക്കൺ ആൻഡ് ലൈറ്റിംഗ് ഫ്ലാഷൻ. കുട്ടനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാം കളി തുടങ്ങിയപ്പോഴേക്ക് എന്തു പറ്റി? മഴ പെയ്യാനായിട്ട് തുടങ്ങി. സ്കൈ എല്ലാം ഡാർക്കൺ ആയി. എന്താണ് ആകാശം എല്ലാം നല്ല ഇരുണ്ട് മൂടി മിന്നൽ വരാൻ തുടങ്ങി. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് റാൻ ടു ദിയർ ഹോംസ്. കുട്ടനും ഫ്രണ്ട്സും ഓടി വീട്ടിൽ പോയി. ലിറ്റിൽ റെയിൻ, ഫ്രഷ് റെയിൻ, പിറ്റർ പാറ്റർ സൗണ്ട്സ്. ചെറിയ മഴകൾ, ഫ്രഷ് ആയിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. പിറ്റർ പാറ്റർ സൗണ്ട്. പിറ്റർ പാറ്റർ എന്ന് പറയുന്ന സൗണ്ട് പോലെയുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. മഴയെല്ലാം നിലത്ത് വീഴുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്തില്ലേ? ദെൻ ഇറ്റ് ബിക്കം മൈറ്റി റെയിൻ. പിന്നെ അതെന്തായി? ഒരു വലിയ മഴയായി. ദ റെയിൻ സ്റ്റോപ്പ്. മഴ പെയ്യുന്നത് നിർത്തി. ആൻഡ് ക്ലൗഡ്സ് വാനിഷ്ഡ്. മേഘങ്ങളെല്ലാം എങ്ങോട്ടോക്ക് പോയി. ദ സോയിൽ കൂൾഡ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂംഡ്. എന്തുപറ്റി? സോയിലെല്ലാം തണുത്ത് പൂക്കളെല്ലാം വിരിയാൻ തുടങ്ങി. കുട്ടൻ ജോയിൻ ഹിസ് ഫ്രണ്ട്സ് ടു പ്ലേ. കുട്ടൻ വീണ്ടും അവൻ്റെ ഫ്രണ്ട്സിനോട് കളിക്കാനായി തിരിച്ചു വന്നു. ആൻഡ് ഹാഡ് ഇനഫ് ഫൺ. അവരോടൊപ്പം നന്നായി കളിക്ക് രസിക്കുകയും ചെയ്തു. അടുത്ത് നോക്കിയേ, ഒരു മരം പറയുവാണ്, വാച്ചിങ് റെയിൻ ഡ്രോപ്സ് ഫോളിങ് ഓൺ മൈ ലീവ്സ് ആൻഡ് സ്കാറ്ററിങ് ഈസ് ഫൺ ഇൻഡീഡ്. എന്താണ്? മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ വന്ന് വീഴുന്നതും അത് തട്ടി സ്കാറ്റർ ചെയ്ത് ചിതറിപ്പോകുന്നതും കാണാൻ ഒരു ഫണ്ണാണ്, ഒരു രസമാണ് എന്ന് പറയുകയാണ്. ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെയ്റ്റ് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ വാസ് ഇൻ ദിസ് ഹോൾ ഓഫ് ദ ട്രീ. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് ഹിയർ. അപ്പോൾ ആ ചെറിയ പക്ഷി എന്താണ് പറയുന്നത്? ഞാൻ നനങ്ങില്ല. ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. ഞാൻ മഴയത്ത് നനങ്ങില്ല. അതിന് കാരണം എന്താണ്? ഞാൻ ഈ മരത്തിൻ്റെ ചെറിയ പൊത്തിലിരിക്കുകയായിരുന്നു. The soil is wet and drenched. I will now have new shoots coming. അപ്പോൾ ചെറിയ ഗ്രാസ് എന്താണ് പറയുന്നത്? ആ ചെറിയ പുല്ല് പറയുകയാണ്, soil is wet. എന്താണ്? മണ്ണെല്ലാം നനഞ്ഞു കിടക്കുകയാണ്. I will now have shoots coming. എനിക്ക് പുതിയ നാമ്പുകൾ വരുമല്ലോ. What are the changes happen in our surroundings after the rain? മഴ പെയ്തതിനു ശേഷം നിങ്ങളുടെ ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? അതെല്ലാം നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കാനാണ്. ഡസ് ഇറ്റ് റെയിൻ ഓൾ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങൾ താമസിക്കുന്നിടത്ത് എപ്പോഴും മഴയാണോ? ഇൻ വിച്ച് മന്ത്സ് ഡു വി ഗെറ്റ് റെയിൻ? ഏത് മാസങ്ങളിലൊക്കെയാണ് നമുക്ക് മഴ കിട്ടുന്നത്? നമ്മൾ സ്കൂളൊക്കെ തുറന്ന് പോകുമ്പോൾ കുടയൊക്കെ ആയിട്ടല്ലേ പോവുക. അപ്പോൾ ജൂൺ ജൂലൈയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴയെല്ലാം കിട്ടുക. സീ ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് അബൌട്ട് ദ റെയിൻഫോൾ ഇൻ ദ മന്ത് ഓഫ് ജൂൺ ഇൻ കേരളം. ജൂൺ മാസത്തിൽ കേരളത്തിലുണ്ടായ മഴയെപ്പറ്റിയുള്ള 2 വാർത്തകളാണ് അവിടെ ഉള്ളത്. ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വലിയ മഴയാണ്. സെവിയർ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലോ വളരെ കുറവ് മഴയാണ്. വി ക്യാൻ സീ വാട്ടർ ഇൻ എംറ്റി വെസൽസ് പ്ലേസ്ഡ് ഇൻ കോർട്ട്യാർഡ് ആഫ്റ്റർ ദ റെയിൻഫോൾ. റെയിൻഫോളിന് ശേഷം, മഴ പെയ്തതിന് ശേഷം വല്ല കാലിയായ കുപ്പിയോ പാത്രമോ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? അതിലെല്ലാം വെള്ളം നിറങ്ങി നിൽക്കുന്ന നമ്മൾ കാണുമല്ലേ? വാട്ടർ ഇൻ വെസൽസ് ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ. അപ്പോൾ ഒത്തിരി മഴ പെയ്തിട്ടുണ്ടെങ്കിലോ ആ കുപ്പിയും പാത്രവും എല്ലാം നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മഴ അളക്കുന്നതെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ത് വെച്ചിട്ട് അളക്കുക? റെയിൻ ഗേജ് വെച്ചിട്ടാണ് അളക്കുക. റെയിൻ ഗേജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. മഴ അളക്കുന്നതിനുള്ള ഒരു സിമ്പിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് റെയിൻ ഗേജ്. റെയിൻ ഗേജ് ഒരു സിമ്പിൾ ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ മഴ അളക്കുന്നതിനുള്ള. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കണ്ടേ? എന്തൊക്കെ വേണം? ഗ്ലാസ് ബോട്ടിൽ വേണം, ഒരു ചെറിയ ഫണൽ വേണം, ഒരു സ്കെയിൽ വേണം. നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലില്ലേ, ആ സ്കെയിൽ തന്നെയാണ്. ഹൗ ടു മേക്ക്, എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നാണ്. ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത് അതിൽ നമ്മൾ ആദ്യം ഒരു സ്കെയിൽ വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫണൽ വെക്കണം. എന്നിട്ട് അതിനെ പുറത്തെടുത്ത് വെക്കണം. മഴ പെയ്താൽ ആ കുപ്പി നിറയും എന്നുള്ള തലത്തിൽ പുറത്ത് വെക്കണം. നോക്കിയത് ആ കുട്ടികളുണ്ടാക്കിയ റെയിൻ ഗേജ് കണ്ടോ? അവരെന്താ ചെയ്തു? ഒരു ബോട്ടിലെടുത്തു, അതിലൊരു സ്കെയിൽ എടുത്ത് വെച്ചു, എന്നിട്ട് അതിലൊരു മുകളിലൊരു ഫണൽ വെച്ചു. അപ്പോൾ ഫണൽ വയ്ക്കുന്ന എന്തിനാ? അപ്പോൾ മഴ പെയ്യുമ്പോൾ അതിൽ പല കരിയിലകൾ കാണും, കാറ്റടിച്ച് വരുന്ന കരിയിലകൾ കാണും, ചെറിയ ചെറിയ കല്ലുകൾ കാണും, അതെല്ലാം കാണത്തില്ല. അപ്പോൾ അതെല്ലാം പോയിട്ട് വെള്ളം മാത്രമായിരിക്കും ആ ഗ്ലാസ് ബോട്ടിൽ വീഴുക. സ്കെയിൽ എന്തിനാണ്? എത്ര ആണ് ആ വെള്ളം നിറയുന്നതെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. എത്ര സെൻറ്റിമീറ്റർ ആ വെള്ളം നിറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ാണ് സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മഴ പെയ്യുകയാണ്, ഇപ്പം മഴക്കാലം ആണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ പുറത്തിറങ്ങി ഇത് ചെയ്തു നോക്കുക. എന്നിട്ട് ഓരോ ദിവസവും കിട്ടിയ മഴ നിങ്ങൾ എഴുതി വയ്ക്കുക. ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടിയത്, ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കുറഞ്ഞിരുന്നത് എന്നെല്ലാം നമ്മൾ എഴുതി സയൻസ് ഡയറിയിൽ വെക്കണം.
വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ ആഫ്റ്റർ റെയിൻഫോൾ? മഴ പെയ്തതിന് ശേഷം എവിടെയാണ് വെള്ളം പോകുന്നത്? അതെ, അത് മണ്ണിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. നോക്കിയേ, ഒരു എക്സ്പെരിമെൻറ്റ് നോക്കിയേ. ഫിൽ ഡ്രൈ സോയിൽ ഇൻ പ്ലാസ്റ്റിക് ബോട്ടിൽ, മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് അതിൽ നിറയെ മണ്ണ്, ഉണങ്ങിയ മണ്ണ് നിറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഏറ്റവും താഴെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ എന്ത് പറ്റും? ആ മണ്ണിൽ കൂടി വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്ന് ആ ഹോൾ വഴി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മഴ പെയ്തതിന് ശേഷം മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആ 3 കുട്ടികൾ എന്താ സംസാരിക്കുന്നത്? ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. എൻ്റെ വീട്ടിലെ കിണർ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കുട്ടി എന്താ പറയുക? ഇൻ മൈ ഹൗസ് ദർ ഈസ് എ ബോർവെൽ, വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. എൻ്റെ വീട്ടിൽ കുഴൽ കിണറാണ്, അപ്പോൾ എത്ര വെള്ളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അടുത്ത കുട്ടി എന്താ പറയുക? ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗീവ്സ് us വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസസ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് എവിടെ നിന്നാണെന്നാണ് ആ 3ാമത്തെ കുട്ടി പറയുന്നത്? അവരുടെ പോണ്ടിൽ നിന്നാണ്, അവരുടെ കുളത്തിൽ നിന്നാണ് അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടതും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ട വെള്ളവും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത്? കിണറിൽ നിന്നാണോ, അതോ കുളത്തിൽ നിന്നാണോ, അതോ കുഴൽ കിണറിൽ നിന്നാണോ? സുരംഗ ആൻഡ് കെണി. The method of building tunnels that are just enough for a person to walk through and to bring groundwater outside is called suranga. ഒരു മനുഷ്യന് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ഒരു ചെറിയ ഇടുക്ക് വഴിയാണ്. ആ വഴി ചെന്ന് അവസാനിക്കുന്നതോ ഒരു ഗ്രൗണ്ട് വാട്ടർ ഉള്ള സ്ഥലത്താണ്. ഗ്രൗണ്ട് വാട്ടർ എന്നാൽ എന്താണ്? കല്ലിൻ്റെയും ഇടുക്കിൻ്റെയും ഇടയിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിനെയാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അവിടേക്ക് എത്താനുള്ള വഴിയാണ് സുരംഗ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? വെള്ളം കൊണ്ടുവരാനാണ് ഉപയോഗിക്കുന്നത്. കാസർഗോഡും കർണാടകയിലെ ചില സ്ഥലങ്ങളിലുമെല്ലാം ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അടുത്ത കെണി എന്താണ് നോക്കിയേ. ദ വേർഡ് കെണി മീൻസ് വെൽ. കെണി എന്ന വാക്കിൻ്റെ അർത്ഥം കിണർ എന്നാണ്. കെണി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിംഗ് ഹോളോഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. ഒരു മരത്തിനുള്ളിലെ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അതിന് പൊള്ളയായ ഭാഗങ്ങൾ മാത്രം ഭൂമിയിലേക്ക് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് കെണി ഉണ്ടാക്കാൻ നേരം. ഒരു പാത്രം കൊണ്ട് കോരിയെടുക്കാൻ പറ്റും എന്ന ആഴത്തിൽ മാത്രമേ കെണി നിർമ്മിക്കാറുള്ളൂ. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരള. കേരളത്തിലെ പല ട്രൈബൽ ഗ്രൂപ്പ്സും ഇത് മെത്തേഡ് സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ പിക്ചറിൽ കുറച്ച് ആനിമൽസ് ഉണ്ട്. അവരെല്ലാം വെള്ളത്തിന് പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും നമുക്ക് പിക്ചറിൽ കാണാം. അത് ഏതൊക്കെ ആനിമൽസ് ആണെന്നും അവരെന്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നതെന്നുമാണ് നമ്മൾ അടുത്ത ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട് അവിടെ എഴുതേണ്ടത്. ഫിഷ് സ്വിമ്മിങ്ങിനാണ് വാട്ടർ യൂസ് ചെയ്യുന്നത്. എലഫൻറ്റും ഡ്രിങ്ക് ചെയ്യാനാണ് വാട്ടർ ഉപയോഗിക്കുന്നത്. മങ്കി, ടൈഗർ എല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്? വെള്ളം ഡ്രിങ്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കിയ ഒരു കോൺവെർസേഷൻ നോക്കിയേ. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? എല്ലാവരും മരിച്ചു പോകുമല്ലേ. വരൾച്ച എന്ന് കേട്ടിട്ടില്ലേ? വെള്ളം ഇല്ലാതാകുന്ന അവസ്ഥയിൽ ആ സാഹചര്യങ്ങളിൽ മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വാട്ടർ പൈപ്പ് ബേസ്റ്റഡ് ഇൻ ദ സിറ്റി, റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. സിറ്റിയിലുള്ള ഒരു വാട്ടർ പൈപ്പ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അവിടെ വാട്ടർ റോഡിൽ മൊത്തം ഫില്ലായി. ഇങ്ങനെയുള്ള ഹെഡ്ലൈൻസ് എല്ലാം നിങ്ങളും കണ്ടിട്ടില്ലേ? അത് ശരിയാണോ? അല്ല അല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായാൽ വേഗം തന്നെ അടുത്തുള്ള ആൾക്കാരെ വിവരം അറിയിക്കാൻ നോക്കണം. ടേണിംഗ് മഡി വാട്ടർ ഇൻറ്റു ക്ലിയർ വാട്ടർ. ചെളി വെള്ളത്തെ നല്ല വെള്ളമായിട്ട് മാറ്റുന്നത് എങ്ങനെയെന്നാണ്. ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് മേക്ക് എ ഹോൾ ഇൻ ഈച്ച് ഓഫ് ദം. 3 ചിരട്ടകളെടുത്ത് ആ 3ലും ഹോൾ ഇടണം. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ. ആ ഹോളിലോട്ട് നമ്മളൊരു കോട്ടനോ ഒരു പഞ്ഞിയോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് കൊടുക്കണം. ഫിൽ ഗ്രേവൽ, സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ, ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദ ഷെൽ. അപ്പോൾ 3 കോക്കനട്ട് ഷെൽസിലായിട്ട് ഫസ്റ്റ് ഷെല്ലിൽ ഗ്രേവൽ എടുക്കണം. ഗ്രേവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേവൽ എന്ന് പറഞ്ഞാൽ ചരൽ. അടുത്ത സാൻഡ് എടുക്കുക. രണ്ടാമത്തെ കോക്കനട്ട് ഷെല്ലിൽ, രണ്ടാമത്തെ ചിരട്ടയ്ക്കുള്ളിൽ നിങ്ങൾ മണലെടുക്കുക. അത് കഴിഞ്ഞ് 3ാമത്തെ ചിരട്ടയ്ക്കുള്ളിലോ കോക്കനട്ട് ഷെൽ, ചാർക്കോൾ. ഈ ചിരട്ട തന്നെ കത്തിച്ചതിന് ശേഷമുള്ള കരിയില്ലേ, ആ കരി 3ാമത്തെ കോക്കനട്ട് ഷെല്ലിനകത്ത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ മുകളിൽ കൂടി ഈ 3 എണ്ണവും അറേഞ്ച് ചെയ്തതിന് ശേഷം, ഈ പിക്ചറിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കൂടി നമ്മൾ ക്ലിയർ അല്ലാത്ത വാട്ടർ ഒഴിക്കുക. മഡി വാട്ടർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ക്ലിയർ അല്ലാത്ത മഡി വാട്ടർ ഈ 3
കോക്കനട്ട് ഷെല്ലിൽ കൂടെ പാസ് ചെയ്ത് വരുമ്പോൾ ക്ലീൻ വാട്ടറായിട്ട് മാറും. ഇത് നോക്കി ആ പിക്ചറിൽ ഏറ്റവും താഴെ എത്തിയപ്പോൾ അത് ക്ലിയർ ആയിട്ടുള്ള വാട്ടറായിട്ട് മാറിയില്ലേ? ഈ സെയിം മെത്തേഡാണ് നമ്മൾ റെയിൻ വാട്ടർ ടാങ്കിൽ ഉപയോഗിക്കുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു വലിയ ടാങ്ക് ആയിരിക്കും. ആ ടാങ്കിൽ നമ്മൾ ഈ മഴയത്തുള്ള വെള്ളമെല്ലാം ശേഖരിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് പിന്നീട് കുടിക്കാൻ ഉപയോഗിക്കും. അപ്പോൾ ഈ മഴവെള്ളം ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോംസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലായിരുന്നാലും ട്യൂഷൻസിലായിരുന്നാലും അല്ലെങ്കിൽ ഹോംസിലായിരുന്നാലും വീട്ടിലായിരുന്നാലും എല്ലാം പലതരത്തിലുള്ള വാട്ടർ പ്യൂരിഫയേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പിക്ചറിൽ നോക്കി അതാണ് water purifier. Sea water is purified and used as drinking water in some countries with severe pure water shortage. ചില രാജ്യങ്ങളിലൊക്കെ കടൽ വെള്ളം പോലും നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവിടെ വളരെയധികം വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഈ കടലിലെ വെള്ളം പോലും ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നു. ദ വാട്ടർ റിസീവ്ഡ് ഇൻ ഹോംസ് ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് കളക്റ്റഡ് ഫ്രം വാട്ടർ സോഴ്സസ് ആൻഡ് പ്യൂരിഫൈഡ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വാട്ടർ കണക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഗവൺമെൻറ്റിൽ നിന്ന് വാട്ടർ കണക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഗവൺമെൻറ് കുറച്ച് വെള്ളം തരികയാണ്. അതിന് വാട്ടർ ബില്ല് നമ്മൾ ഓരോ മാസവും അടയ്ക്കണം. ആ വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതുപോലെയുള്ള വാട്ടർ സോഴ്സസിൽ നിന്ന് വെള്ളം എടുത്തതിന് ശേഷം അതിനെല്ലാം പ്യൂരിഫൈ ചെയ്ത് വൃത്തിയാക്കിയാണ് നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന വെള്ളമായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറായിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് വാട്ടർ കണക്ഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് വാട്ടർ കിട്ടുക. നമ്മൾ ഇത്രയും നേരം വാട്ടറിനെ പറ്റിയാണ് പഠിച്ചത്. അടുത്ത് സോയിലിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയേ. വി ലീവ് ഇൻ ബറോസ് ഇൻ സോയിൽ. അപ്പോൾ ഒരാൾ പറയാണ്, ആദ്യത്തെ ആൾ പറയാണ് ഞങ്ങൾ മണലിനുള്ളിൽ കുഴി കുഴിച്ചാണ് ഇരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ആൾ എന്താ പറയുക? ഐ വാസ് ഇൻ ദ സോയിൽ ആൻഡ് കം ഔട്ട് വെൻ ഐ റിസീവ്ഡ് വാട്ടർ. അതൊരു ചെറിയ തൈയാണ്. ആ തൈ പറയുകയാണ് ഞാൻ മണ്ണിനടിയിലായിരുന്നു, പക്ഷേ എനിക്ക് വെള്ളം കിട്ടിയപ്പോഴോ ഞാൻ മുകളിലേക്ക് വന്നു. അടുത്ത മൂന്നാമത്തെ ആളിനെ നോക്കിയേ. ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. ഞാൻ എപ്പോഴും സോയിലിനകത്താണ് എന്ന് പറയുവാണ്. ഓരോ ക്രിയേച്ചേഴ്സിനും മണ്ണ് കൊണ്ട് ഓരോ യൂസസ് ഉണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ഹൗ അബൌട്ട് അസ്? അപ്പം നമ്മൾ ഹ്യൂമൻസിന് എന്താണ് മണ്ണ് കൊണ്ടുള്ള യൂസ്? ഫോർ ഫാമിംഗ്, കൃഷി ചെയ്യാൻ നമ്മളെ സഹായിക്കും. മണ്ണുള്ളതുകൊണ്ടല്ലേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്തിനൊക്കെ സഹായിക്കും? ഫോർ കൺസ്ട്രക്ഷൻ. അപ്പോൾ നമുക്ക് വീടെല്ലാം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? മണ്ണൊക്കെ ചേർത്തിട്ടല്ലേ. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷന് സഹായിക്കുന്നു. ഫോർ വേസ്റ്റ് ഡീകമ്പോസിഷൻ. വേസ്റ്റിനെല്ലാം ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? മണ്ണാണ്. അപ്പോൾ മണ്ണിൽ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യില്ലായിരുന്നെങ്കിലോ നമുക്ക് വേസ്റ്റ് എല്ലാം ഇങ്ങനെ അടിഞ്ഞു കൂടിയേനെ അല്ലേ? അപ്പോൾ നിങ്ങളും ക്ലേ വെച്ചിട്ട് കളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ക്ലേ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ സോഴ്സസിൻ്റെ അടുത്ത് കാണുന്ന മണ്ണിനെയാണ് ക്ലേ എന്ന് പറയുന്നത്. റിവേഴ്സിൻ്റെയോ പോണ്ടിൻ്റെയോ എല്ലാം അടുത്ത് കാണുന്ന മണ്ണിനൊരു പ്രത്യേക ടെക്സ്ചർ ഉണ്ടായിരിക്കും. അതാണ് ക്ലേ. ക്ലേ വെച്ചിട്ട് പോട്ട്സ് ഉണ്ടാക്കും, അല്ലാതെ ടോയ്സ് ഉണ്ടാക്കും, അല്ലാതെ നമുക്ക് ഓരോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാം, പ്രതിമകൾ ഉണ്ടാക്കാം. അപ്പോൾ ആ മണ്ണിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലേ എന്ന് പറയുന്നത്. ഹാവ് യു സീൻ ദ മോഡൽസ് ക്രിയേറ്റഡ് ഫ്രം ക്ലേ? ക്ലേ വെച്ചുണ്ടാക്കിയ മോഡൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആർ ദ സോയിൽ സീൻ അറൗണ്ട് ദ സെയിം? നമുക്ക് ചുറ്റും കാണുന്ന സോയിലെല്ലാം ഒരേപോലെയാണോ? ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യുക? നോ. അടുത്ത് നോക്കിയാൽ ടേബിൾ നോക്കി. ദ പ്ലേസ് ഓഫ് കളക്ഷൻ. ഓരോ സോയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ. ആ ഓരോ സോയിലിൻ്റെയും പ്രത്യേകത എന്താണ്? കളർ ഓഫ് ദ സോയിൽ എഴുതുക. പിന്നെ അതിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അടുത്ത കോളത്തിൽ എഴുതുക. ആദ്യത്തെ കോളത്തിൽ നമ്മൾ എഴുതി പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ടിൻ്റെ കളർ എന്താണ്? റെഡിഷ് കളറാണ് പ്ലേ ഗ്രൗണ്ടിലെ സോയിലിൻ്റെ കളറ്. അത് അതർ ഫീച്ചേഴ്സ്, അതിൻ്റെ സൈസ് കുറച്ച് വലിയ സൈസ് ആയിരിക്കും അല്ലേ? ബിഗ് സൈസാണ്. ബിഗ് സൈസ് ആയതുകൊണ്ടല്ലേ നിങ്ങൾ പ്ലേ ഗ്രൗണ്ടിലൊക്കെ വീഴുമ്പോൾ കാലെല്ലാം വേഗം മുറിയുന്നത്. അടുത്ത ഗാർഡൻ. ഗാർഡനിൽ എന്ത് തരം സോയിലാണ്? ഒരു ബ്രൗൺ കളർ സോയിലാണ്. അടുത്ത സോയിലെല്ലാം വളരെ ചെറിയ സൈസാണ് അല്ലേ? അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഡു ഓൾ ദി സോയിൽസ് ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ? ഇപ്പം നമ്മൾ കളക്ട് ചെയ്ത പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത എല്ലാ സോയിലിനും സെയിം കളറാണോ? നോ. ആർ ദെയർ ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ഗ്രെയിൻസ്? ഗ്രെയിൻസിൻ്റെ സൈസ് സെയിം ആണോ? മണൽത്തരികളുടെ സൈസ് സെയിം ആണോ? അല്ല. സ്റ്റോറി ഓഫ് സോയിൽ. മണ്ണിൻ്റെ കഥ. അപ്പം മണ്ണ് എന്താണ് പറയുന്നത്? ഐ ആം ദ സോയിൽ. ഞാനാണ് മണ്ണ്. ഐ ആം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഞാൻ പല തരത്തിലുണ്ട്. മൈ നേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. പല സ്ഥലങ്ങളിലും എൻ്റെ നേച്ചർ വ്യത്യസ്തമാണ്. ദെയർ ആർ ലാക്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് മെനി അതർ കോമ്പൗണ്ട്സ് ഇൻ മീ. പല ലക്ഷക്കണക്കിന് ജീവജാലങ്ങളും എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. ഐ ബിക്കം ലൈക്ക് ദിസ് ത്രൂ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ പ്രോസസ്.
പല പല പ്രക്രിയകളിലൂടെയാണ് ഞാൻ ഇന്ന് കാണുന്ന രീതിയിലെത്തിയത്. പല വർഷങ്ങൾ, 1000ഓളം വർഷങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഇന്ന് കാണുന്ന ചെറിയ മണൽത്തരിയായി മാറിയത് എന്ന് പറയുകയാണ് ആര്? സോയിൽ. വിത്തിൻ ദ സോയിൽ, മണ്ണിനുള്ളിൽ. വാട്ട് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലിവ് വിത്തിൻ ദ സോയിൽ? മണ്ണിനുള്ളിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ ആരൊക്കെയാണ്? ഒബ്സർവ് ദ സോയിൽ നിയർ സ്കൂൾ സറൗണ്ടിങ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. നിങ്ങളൊരു ലെൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിൻ്റെ ചുറ്റുമുള്ള മണ്ണെല്ലാം ഒന്ന് പരിശോധിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ജീവികൾ മണ്ണിൽ ജീവിക്കുന്നത്, മണ്ണിര പോലുള്ള ചെറിയ ചെറിയ ജീവികൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വേർ ഡു ദേ ഗെറ്റ് ദ ഫുഡ് ആൻഡ് വാട്ടർ ആൻഡ് എയർ ദേ നീഡ്? അവർക്ക് എവിടെ നിന്നാണ് അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും വായുവുമെല്ലാം ലഭിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കേണ്ടത്. എയർ ഇൻ ദ സോയിൽ, മണ്ണിനുള്ളിലെ വായു. ഈസ് ദെയർ എയർ ഇൻ ദ സോയിൽ? മണ്ണിനുള്ളിൽ വായു ഉണ്ടോ, എയർ ഉണ്ടോ എന്നാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ. കുറച്ച് ഉണങ്ങിയ മൺകട്ടകൾ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ചെറിയ ചെറിയ കുമിളകൾ, ബബിൾസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എന്താണ് അതിന് മനസ്സിലാക്കാൻ പറ്റുക? നമ്മളിട്ട മൺകട്ടയ്ക്കുള്ളിൽ എയർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് മണൽക്കട്ട എടുത്ത് നോക്കിയാലും അതിൻ്റെ ഉള്ളിലെല്ലാം എന്തുണ്ട്? എയർ ഉണ്ട്. വാട്ടർ ഇൻ ദ സോയിൽ, മണ്ണിനുള്ളിലെ വെള്ളം. ദെയർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ? സോയിലിനുള്ളിൽ വെള്ളമുണ്ടോ എന്നാണ് നമ്മൾ അടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. കളക്ട് ദ സോയിൽ ഫ്രം ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ. ഒരു ഗാർഡനിൽ നിന്ന് നമ്മൾ കുറച്ച് മണ്ണ് കളക്ട് ചെയ്ത് അതൊരു ബോട്ടിലിനകത്ത് എടുക്കുക. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ സൺലൈറ്റ്. ആ സോയിൽ എടുത്ത് നമ്മൾ സൺലൈറ്റിൻ്റെ മുന്നിലേക്ക് വെക്കണം. ആ ബോട്ടിൽ അടച്ചതിന് ശേഷം ആ ബോട്ടിൽ സൺലൈറ്റിൻ്റെ മുന്നിൽ വയ്ക്കുക. എന്നിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആ ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അതിൻ്റെ മീനിങ്? നമ്മുടെ സോയിലുണ്ടായിരുന്ന വാട്ടറിൻ്റെ കണ്ടൻറ്റ് സൺലൈറ്റ് അടിച്ചപ്പോൾ അത് നീരാവിയായാണ് ബോട്ടിലിൻ്റെ സൈഡിലെല്ലാം പറ്റിയിരിക്കുന്നത്. അപ്പോൾ സോയിലിനുള്ളിൽ എന്തുണ്ട്? വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അടുത്തെന്താണ്? ബയോമാസ് ഇൻ ദ സോയിൽ, മണ്ണിൽ ജൈവാംശം ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് വിത്ത് സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. നമ്മൾ ഒരു ഗാർഡനിൽ നിന്ന് കളക്ട് ചെയ്ത സോയിൽ ഒരു ഗ്ലാസ്സിൽ പകുതിയിൽ എടുക്കുക. പോർ വാട്ടർ ഇൻ ടു ദിസ് ആൻഡ് മിക്സ് വെൽ. അതിലേക്ക് വാട്ടർ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. വാട്ട് ക്യാൻ യു സീ? നിങ്ങൾ എന്താണ് കാണുന്നത്? വി ക്യാൻ സീ പാർട്ട് ഓഫ് പ്ലാന്റ് ആൻഡ് ഡ്രൈ ലീവ്സ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ മുകളിലേക്ക് ആ മണ്ണിലുണ്ടായിരുന്ന ഉണങ്ങിയ ഇലകളുടെ പാർട്ടും അല്ലെങ്കിൽ മണ്ണിൽ അലിഞ്ഞു ചേർന്ന പല ചെടികളുടെ പാർട്ടും എല്ലാം പൊങ്ങി മുകളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം ആൻഡ് റിമെയിൻസ് ഓഫ് ക്രിയേച്ചേഴ്സ് എക്സെട്ര. അപ്പോൾ ഈ ജൈവാംശത്തിൽ എന്തെല്ലാം കാണും? ഡ്രൈഡ് ലീവ്സ്, ഉണങ്ങിയ ഇലകൾ, പാർട്സ് ഓഫ് സ്റ്റെമ്മിൻ്റെ പല ഭാഗങ്ങൾ, റിമെയിൻസ് ഓഫ് ക്രിയേച്ചേഴ്സ്, ഓരോ ജീവജാലങ്ങളുടെ വേസ്റ്റ് എല്ലാം ഉണ്ടായിരിക്കും. പ്ലാന്റ്സ് ഗ്രോ അബണ്ടൻ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ് ഉള്ള മണ്ണിലാണ് കൂടുതൽ പ്ലാന്റ്സും വളരുന്നത്. സോയിൽ വിത്ത് ബയോമാസ് ഈസ് ദ ഫുഡ് ഓഫ് എർത്ത്വേംസിൻ്റെ മണ്ണിരയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ജൈവാംശമുള്ള മണ്ണുകളാണ്. പിക്ചറിൽ നമുക്ക് അടുത്ത് എന്താ കാണാൻ പറ്റുക? ഒരു അച്ഛനും മോനും ക്ലേ വെച്ചിട്ട് ഓരോ സ്കൾപ്ചേഴ്സ്, പ്രതിമകളും ഓരോ ടോയ്സ്, കളിപ്പാട്ടങ്ങളും പോട്ട്സും എല്ലാം നിർമ്മിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. There are lakhs of creatures within and outside the soil. മണ്ണിന് അകത്തും പുറത്തും ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. Plants grow by absorbing water and minerals from the soil. Plants, ചെടികൾ എങ്ങനെയാണ് വളരുന്നത്? മണ്ണിൽ നിന്ന് വെള്ളവും മിനറൽസും എല്ലാം വലിച്ചെടുത്തുകൊണ്ടാണ് അവർ വളരുന്നത്. ക്രിയേച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ഡിപ്പെൻഡ് ഓൺ സോയിൽ ഫോർ മെനി പർപ്പസസ്. മനുഷ്യരും മറ്റ് ജീവജാലങ്ങളുമെല്ലാം മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പല പല ആവശ്യങ്ങൾക്കായി. വി ക്യാൻ സർവൈവ് ഓൺലി ബൈ പ്രൊട്ടക്റ്റിംഗ് ദി സോയിൽ ഫ്രം പൊല്യൂഷൻ ആൻഡ് പ്രിസർവിങ് ഇറ്റ് ഫ്രം ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് അത്യാവശ്യമാണ്? സോയിൽ പൊല്യൂട്ടഡ് ആകുന്നതിൽ നിന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. സോയിലിലേക്ക് അനാവശ്യമായ സാധനങ്ങൾ വലിച്ചെറിയുകയും പ്ലാസ്റ്റിക് മുതലായ സാധനങ്ങളൊക്കെ വലിച്ചെറിയാതിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മണ്ണിൻ്റെ വളക്കൂറ് നഷ്ടപ്പെടാതെ നോക്കേണ്ടതും നമ്മുടെ അത്യാവശ്യമാണ്. മണ്ണിൻ്റെ വളം നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പൊല്യൂഷനെല്ലാം സംഭവിച്ചാൽ മണ്ണിൻ്റെ വളം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾ ഏത് ഡൗട്ട് പോസ്റ്റ് ചെയ്താലും ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.